ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിനൊപ്പം പലസ്തീന്റെ മോചനത്തെയും പിന്തുണച്ച രാഷ്ട്രീയ പ്രസ്ഥാനമാണ് കോൺഗ്രസ് എന്ന് KPCC ജനറൽ സെക്രട്ടറി ആര്യടൻ ഷൗക്കത്ത് MLA. ഗാസയിലെ ജനതയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് നിലമ്പൂർ നിയോജക മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി നടത്തിയ മാനിഷാദ ജനകീയ സദസ്സ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജെറുസലേം എന്ന് പറയുന്ന പുണ്യഭൂമിയിൽ യേശുവിന്റെയും അതുപോലെ തന്നെ മുസ്ലിം നബിമാരുടെയും പള്ളികളും ഒരുമിച്ചുള്ള മണ്ണായി ജെറുസലേം നിലനിൽക്കുകയായിരുന്നു. ഇപ്പോഴും ജെറുസലേമിൽ നിങ്ങൾക്ക് കാണാം മതപരമായ വൈര്യമൊന്നും ഉണ്ടായിരുന്നില്ല ഓട്ടോമൻ സാമ്രാജ്യത്തിന്റെ കാലഘട്ടത്തിൽ. പക്ഷേ അതിനെ മതപരമായി ഭിന്നിപ്പിക്കാൻ ബ്രിട്ടീഷുകാരൻ ഇന്ത്യയും പാകിസ്ഥാനെയും വിഭജിച്ചതുപോലെ ഡിവൈഡ് ആൻഡ് റൂൾ, ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്ന ബ്രിട്ടീഷ് തന്ത്രത്തിന്റെ ഭാഗമായാണ് ഇന്നും ആ മണ്ണ് അനുഭവിക്കുന്നത് എന്നതാണ് യാഥാർത്ഥ്യം. പാലസ്തീൻ അറബികളുടേതാണെന്നാണ് 1938 മഹാത്മാഗാന്ധി ഹരിജനിൽ എഴുതിയത്. സ്വാതന്ത്ര്യം നേടിയ ശേഷം 1947 ജവഹർലാൽ നെഹ്റു സർക്കാർ ഐക്യരാഷ്ട്ര പൊതുസഭയിൽ പലസ്തീൻ വിഭജനത്തിനെതിരെ വോട്ട് ചെയ്ത് നിലപാട് വ്യക്തമാക്കി. ഒരു രാഷ്ട്രം ആകുന്നതിന് മുൻപ് പലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷനെയും അതിന്റെ നേതാവ് യാസിർ അറഫാത്തിനെയും ഇന്ത്യ അംഗീകരിച്ചത് ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായിരുന്ന 1974 സ്ത്രീകളെയും കുട്ടികളെയും നിരപരാധികളെയും കൊന്നൊടുക്കി ഗസയിൽ ഇസ്രായേൽ നടത്തുന്ന വംശഹത്യക്കെതിരെ ജാതി മത ഭേദമില്ലാതെ പ്രതിഷേധിക്കണമെന്നും ഷൗക്കത്ത് പറഞ്ഞു. മുൻ KPCC ജനറൽ സെക്രട്ടറി VA കരീം മുഖ്യപ്രഭാഷണം നടത്തി. നിലമ്പൂർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പാലോളി മെഹബൂബ് അധ്യക്ഷത വഹിച്ചു. എടക്കര ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ബാബു തോപ്പിൽ, A ഗോപിനാഥ്, OT ജെയിംസ്, MK ബാലകൃഷ്ണൻ, അമീർ പൊറ്റമ്മൽ, കേമ്പിൽ രവി, NM ബഷീർ, താജ സക്കീർ, രാജു തുരുത്തേൽ, ജലീൽ മുത്തേടം, അസീസ് പുളിയഞ്ചാലി, C സുരേഷ് കുമാർ, ശിവദാസൻ ഉള്ളാട്, C വേണുഗോപാൽ തുടങ്ങിയവർ സംസാരിച്ചു. SS Gold, pure gold. SS Group, Nilambur.